നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അവന്തിക അബിയും കൂടെ നാഗേന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയണില്ല. അല്ലായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ വരണ്ടെന്ന്. അറിയാലോ അച്ഛാ, എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ദിവസം അതിനിർണായകമായതുകൊണ്ട് അച്ഛനെ ഞാൻ കാണാൻ വന്നേ. അതല്ല മോളെ, എൻഗേജ്മെന്റ് ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് എന്നെ നീ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വന്ന അതോടുകൂടി തീർന്നു. അറിയാലോ, എനിക്കതൊക്കെ അറിയാം അച്ഛാ. അപ്പോഴേക്കും അഭി പറഞ്ഞു, അച്ഛാ അച്ഛന്റെ അനുഗ്രഹം മേടിക്കാനായിട്ടാ ഞാൻ വന്നേ. അത് പിന്നെ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അവന്തി പറഞ്ഞു, അഭിയേട്ട നന്നായിട്ട് പെർഫോം ചെയ്യണം. നന്നായിട്ട് തന്നെ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നേ. നാഗേന്ദ്ര പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. പല പല രാജ്യങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ വളവയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൃത്യമാ. ഇനി ആ കാര്യത്തിലൊരു പേടി വേണ്ട. പിന്നെ അറിയാലോ, ആ നയനെന്ന് പറയുന്നവളൊക്കെ ആകെപ്പാടെ അവളുടേതായ ഡിസൈനും കാര്യങ്ങളും മാത്രം ഉള്ളായിരിക്കും. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലത് സെർച്ച് ചെയ്തിട്ടാണ് ഈ കോമ്പറ്റീഷനിലേക്ക് നമ്മൾ അടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട. അബി പറഞ്ഞു, ഇന്നും കൂടെ എനിക്ക് തല കുനിച്ച് നിൽക്കാൻ പറ്റില്ല അച്ഛാ. കഴിഞ്ഞ തവണ ഞാൻ തല കുനിച്ചു നിന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ആയിരിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലടാ മോനെ. നീ ധൈര്യമായിട്ട് പോയിക്കോ. അല്ല, ആ ആദർശും ആദർശിന്റെ കൂടെ അനിയും കൂടെ കാണുമെന്ന്. ആദർശവും അനിയും കൂടെ എന്താണെങ്കിലും നയനയോടൊപ്പം വരുമായിരിക്കും. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, ആദർശ് വരാനുള്ള വഴിയൊന്നും ഇല്ല. നയനെ അനിയും കൂടെ ആയിരിക്കും ഇന്ന് മിക്കവാറും വരുന്നേന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ഒടുവില് നാഗേന്ദ്രന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് അബി അവിടുന്ന് യാത്രയാന്നേ. അബി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവന്തി പറഞ്ഞു, ഇന്ന് അവളും പോകുന്നുണ്ട്. ആ നവ്യെന്ന് പറയുന്നവള് അബിയേട്ടനോടൊപ്പം. എനിക്കങ്ങ് അവളെ അങ്ങോട്ട് പിടിക്കുന്നില്ല മോളെ. അവളൊരു നന്ദി ഇല്ലാത്തവളാണ്. അവളെ എത്രയും പെട്ടെന്ന് തന്നെ അബിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കുന്ന കാര്യം അച്ഛൻ പറയണേ. ഏത് വിധേനെ ഒഴിവാക്കണം. കുഞ്ഞിനെ നമുക്ക് സ്വന്തമാക്കണം. അവളുടെ സ്വഭാവം അറിയാലോ. സ്വന്തം അച്ഛനും അമ്മയും വരെ അവൾ തള്ളി പറഞ്ഞിരിക്കുക. കൂടപ്പറപ്പുകളൊക്കെ അതെ. അതുകൊണ്ടാ പറഞ്ഞ അവൾ നന്ദിയില്ലാത്തവളാന്ന്. അവൾ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെയല്ലേ, ഇനി ഇങ്ങനെ ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അവളെ കൂടെ നിർത്തുന്ന ആപത്താണ്. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് തന്നെ അവിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ അറിയാലോ, നീ അനിയുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലണമെന്നാ ഈ അച്ഛന്റെ ആഗ്രഹം. അങ്ങനെ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നല്ല മോളെ ഗുണം. നിനക്കറിയാലോ, പല ഗുണങ്ങളും ഉണ്ട്. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള കാരണങ്ങളുണ്ട്. പല കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ പറയുന്ന മൂർത്തിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. നീ അനന്തപുരിയിലെ അനിയുടെ മരുമോളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ജ്വല്ലറിക്ക് ചെറിയ തകർച്ച ഉണ്ടായാലും ഞാൻ അങ്ങ് സഹിക്കും. കാരണം നീ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെച്ചടി കയറ്റമായിരിക്കണം. അനിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. നിന്നിലൊരു വിശ്വാസം ഈ പറയുന്ന അനന്തമൂർത്തിക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാകുന്ന അറിയാവോ? നീ നിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത MD പദം നിനക്ക് തരും. അപ്പൊ നീ ആ കസാര കയറിയിരിക്കും. അങ്ങനെ കയറിയിരിക്കുന്ന ഈ അച്ഛനൊന്നും കാണണം. അങ്ങനെ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മൂർത്തി ജ്വല്ലറി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. പിന്നെ ജ്വല്ലറിക്ക് ഉണ്ടാകാത്ത തകർച്ചൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ മൂർത്തി ജ്വല്ലറി നിന്റെ കൈകളിലായിട്ടുണ്ട്. അറിയാലോ, നിന്നിലൊരു വിശ്വാസം അനന്തമൂർത്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭരണം അയാൾ നിനക്ക് തരും. അങ്ങനെ ഭരണം നീ കൈപ്പിടിയിൽ ഒതുക്കണം. അത് ഈ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആയ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും ഓർത്ത് അച്ഛൻ പേടിക്കൊന്നും വേണ്ട. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. അവന്തിക അങ്ങനെ നാഗേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. അവര് മനോസ്വപ്നങ്ങളൊക്കെ കാണുവാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ താനായിരിക്കും രാജാവ് എന്നൊരു ചിന്തയായിരുന്നു നാഗേന്ദ്രന്റെ മനസ്സിൽ. ഇതേ സമയത്ത് ദേവേനി ഒരു മാഗസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനി വന്നിട്ട് ചോദിച്ചു, മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, ദേവേനി, ജലജയ്ക്ക് നാഗേന്ദ്രനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ചോദിച്ചു, അതെന്താച്ചാ അങ്ങനെ ചോദിച്ചത്? അല്ല, ജലജ നാഗേന്ദ്രനുമായിട്ട് ഫോൺ വിളിക്കാൻ പറ്റോ ചെയ്യുന്ന നീ കണ്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംശയിക്കേണ്ടിയിരിക്കുന്നു. പറയാൻ പറ്റില്ല. ഇനി അവന്തിക മോൾക്ക് എന്താണെങ്കിലും അങ്ങനെ ഒരു ബന്ധം കാണത്തില്ല. കാരണം മോൾക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പല്ലേ നാഗേന്ദ്രൻ പോയത്. പിന്നെ അബിയുടെ കാര്യം അങ്ങനെയല്ല. അബി നാഗേന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോന്ന് സംശയമുണ്ട്. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. അത് കേട്ടതും
ദേവേനി പറഞ്ഞു, ചിലപ്പോ അതിന് ചാൻസ് ഉണ്ട്. ഈ പറയുന്ന അബിക്ക് ഏൻ ജ്വല്ലറി ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന് പോലും സംശയമുണ്ട് അച്ഛാ. ആ, എനിക്കും അത് തോന്നാതിരുന്നില്ല. പിന്നെ ജലജയുടെ കാര്യം, അവളെ നീ ഒന്ന് ശ്രദ്ധിക്കണം, വാച്ച് ചെയ്യണം, അവളുടെ ഓരോ നീക്കങ്ങളും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അങ്ങനെ എന്തേലും അവള് നാഗേന്ദ്രനുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാ. അബി അവൻ ആളൊരു കുറുക്കനാണ്. അബി ജലജയമാണ്. പക്ഷെ അവന്തിയെ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞിട്ട് മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സംശയം തോന്നി. ചിലപ്പോ അബിക്ക് ചിലപ്പോ ഈ പറയുന്ന നാഗേന്ദ്രനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണുമായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ദേവയാനിയുടെ മനസ്സിൽ. കുറച്ചു കഴിഞ്ഞപ്പോ അനുഗ്രഹം മേടിക്കാനായിട്ട് ആദർശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നയന റെഡിയായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിനാ നയന എടുത്ത് ടെൻഷൻ അടിക്കണമെന്ന് അനി ചോദിച്ചു. അത് പിന്നെ ഞാൻ വരച്ച ഒട്ടുമിക്ക ഡിസൈനൊക്കെ മാളവിക പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവര് പുറത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല പല ഡിസൈനുകളൊക്കെ സെർച്ച് ചെയ്തിട്ട് അതൊക്കെ മാളവികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള മോഡലുകളൊക്കെ വരയ്ക്കാനായിട്ട്. നയനടുത്തി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എത്ര വലിയ ഡിസൈൻ കൊടുത്തെന്ന് പറഞ്ഞാലും നയനടുത്തെ കടത്തി വെട്ടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളായിരിക്കും ഇന്ന് വിന്നറായിട്ടിരിക്കുന്നേ. ആദർശ് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഇവൾ ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല. ഇവളോട് പറഞ്ഞിട്ട് ഇവള് കേൾക്കണ്ടേ? അതെന്തിനടുത്തി ഉറങ്ങാതിരുന്നേ? എന്തോ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അറിയാലോ, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാലോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ഹനി പറഞ്ഞു, ശരിയാ, നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ ആദർശേട്ട ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് വന്ന് MD കസാര അങ്ങോട്ട് കൈയേറ്റണം. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതെന്ത് വർത്താനാടാ നീ പറയണത്? പിന്നെ ആദർശേട്ടൻ MD കസാരയിൽ ഇരുന്നോളാന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടുള്ള, ഇനി മാറിയേക്കരുത്. എങ്ങനെയെങ്കിലും ആ സ്ഥാനം ഒന്ന് വെച്ചൊഴിയണമെന്ന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എൻ്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ മുത്തച്ഛനെ അറിയിക്കണം. ഇതിന് പിന്നെ മറിഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ വെളിയിൽ കൊണ്ടുവരണം. അത് മുത്തച്ഛന് മുന്നിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ നടക്കും ആദർശേട്ടാ. അതിനി അധിക ദിവസങ്ങളൊന്നും ഇല്ല. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് തിരക്കുകളെ കാരണം. നായന് പറഞ്ഞു, വെറുതെ പറയുന്ന അനി, അങ്ങനൊന്നും അല്ല. ആദർശേട്ടൻ വരാത്ത എന്താണെന്നറിയോ? ഇന്ന് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും പരാജയപ്പെട്ടു പോകുന്നൊരു ഭയമുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തല കുടിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് മാത്രം, അല്ലെങ്കിൽ വന്നേനെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് ആദർശേട്ടൻ വിഷമിക്കണ്ട. ഇത് നമ്മളാ വിജയിക്കാൻ പോകുന്നേ. ആദർശേട്ട അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അനി നയനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങണത്. പിന്നീട് മത്സരവേദിയിലേക്ക് അവന്തിക്ക് ഡേവിഡും അവരെല്ലാരും കൂടെ വന്നു. ആ സമയത്തും അനിയും നയനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവര് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജസ് ഒക്കെ വന്നു. ഈ സമയത്ത് അവരെത്താതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹബി പറഞ്ഞു, ഇനിയിപ്പോൾ അവര് വരാതിരിക്കോ മറ്റോ ചെയ്യുവോ? നവ്യ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല. ശരിക്കും അവര് വരണം. അവര് തോറ്റു പോകുന്ന കാഴ്ച എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. മാളവിക പറഞ്ഞു, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ എന്താണ് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പോഴേക്കുമാണ് നയനെ അനിയും കൂടെ കടന്നു വരുന്നേ. അങ്ങനെ അവര് വന്ന് അവര് വിരിക്കുകയാണ്. ഈ സമയം വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനുശേഷമാണ് ഡിസൈൻ ഒക്കെ വാങ്ങി നോക്കുന്നത്. ആദ്യം മാളവികയായിരുന്നു കൊണ്ടേ കൊടുത്തത്. അങ്ങനെ ഡിസൈൻ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയോട് നയന പറഞ്ഞു, അതെ, നീ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അല്ല, നയനടുത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കിട്ടുവാണ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, നിനക്കറിയാലോ, മുമ്പ് ഞാനും ആദർശേട്ടനും പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ഓരോ ഡിസൈനൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ആദർശേട്ടൻ അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ വരയ്ക്കുന്ന ഡിസൈൻ അതൊക്കെ ഇങ്ങനെ ആഭരണമായി മാറ്റി കഴിയുമ്പോൾ ആൾക്കാർക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കസ്റ്റമേഴ്സിനൊക്കെ പുറമേയുള്ള ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ അല്ല, അത് ആഭരണമായിട്ട് വന്നതിന് ശേഷം അത് എത്രമാത്രം നല്ലതായിരിക്കും എന്നാണ് ഈ ഡിസൈനേഴ്സ് നോക്കുന്നത്. അതിലാണ് ക്രെഡിറ്റ്. പിന്നെ അവര് പുറമേ നിന്നുള്ള കുറെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവര് മാളയെ കൊണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ വരപ്പിച്ചിരിക്കുന്നത്. സാരമില്ല, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇതുവരെ എനിക്ക് ഒരിടത്തും ഒരു പാളിച്ചൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട അനിയെന്ന് പറഞ്ഞു. എനിക്ക് പേടിയൊന്നും ഇല്ല നയനടുത്തിന്ന് പറഞ്ഞു. പിന്നീട് നയനയുടെ ഊഴമായിരുന്നു. അങ്ങനെ നയന ചെന്നു ഡിസൈനും കാര്യങ്ങള് വരച്ച ഡിസൈനെ കുറിച്ചെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. അവങ്ങനെ അവരതെല്ലാം നോക്കിയിട്ട് മാർക്കിടുന്നുണ്ട്. അപ്പൊ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത്
നയനയോട് അനി പറഞ്ഞു, കണ്ടില്ലേ നവ്യടുത്തി വന്നിരിക്കുന്നേ, സ്വന്തം അനുജത്തി പരാജയപ്പെടുന്ന കാണാൻ വേണ്ടി വന്ന് നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതൊന്നും ഓർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ലടാ അനിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നിമിഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനന്തപുരിയിൽ ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ദേവേനി ഇരിക്കുന്നേ. ദേവേനി ജയനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാവുന്നവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പൂജാമുറിയിലാണെങ്കിലും ശരി, ക്ഷേത്രത്തിലാണെങ്കിലും ശരി, പോയി പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അല്ലെങ്കിലും എനിക്കിപ്പോ ഗജകേസരി യോഗമാണെന്ന് അറിയാൻ കഴിഞ്ഞേ, ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. അജയൻ പറഞ്ഞു, എടി അങ്ങനെ വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നയനമോളുടെ കഴിവാ. നയനമോൾ ഉറക്കമില്ലാതെ വരയ്ക്കുന്നതുകൊണ്ടാ. അത് മാത്രമല്ല ആദർശിന്റെയും കഴിവാ. ഓ, എന്തൊക്കെ പറഞ്ഞാലും അനി എം ഡി ആയതിനു ശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. ജാനകിക്കാണ് ക്രെഡിറ്റ് മൊത്തം എനിക്ക് കിട്ടണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയൻ പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ, ക്രെഡിറ്റ് ആര് വേണ്ടോ എടുത്തോട്ടെ, ഇവിടെ നമ്മൾ ജയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഈ സമയത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു നയനെ നവ്യൊക്കെ. നവ്യയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭഗവാനെ ഈ ഡിസൈൻ ഫസ്റ്റിൽ നയനെ ജയിക്കണം. എങ്ങാനും അവൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവർ അനൗൺസ് ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തായിരിക്കും പറയാൻ പോകുന്ന ഒരു ചിന്തയോട് കൂടിയിട്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ പ്രൊമോയ വിശേഷത്തിലായിരിക്കും മിക്കവാറും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വിന്നർ നയനയാന്ന് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും വിന്നർ നയന തന്നെയാണ്, അതിനകത്തൊരു മാറ്റമുള്ള കാര്യമല്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.